What's up, you all? What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea channel. ഒരു പ്രീ സീസൺ ടൂർണമെന്റ് മിക്കവാറും ഒരു ക്വാർട്ടർ ഫൈനൽസ് വരെ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ നല്ലത്, ടീമിന് ജെൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അത് കിട്ടിയാൽ നല്ലത് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ്. അധികം ക്രൗഡ് പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല, ആർക്കും വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ദാ ഇന്ന് ഇവിടെ ഒരു കലാശക്കൂട്ടിന് വേണ്ടിയായിട്ട് ചെൽസി വേഴ്സസ് PSG ഫൈനൽസ്, യൂറോപ്പ ലീഗ് വിന്നേഴ്സ് വേഴ്സസ് ദ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ്. ആൻഡ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ വെച്ച് നോക്കാൻ നേരത്ത് ചെൽസി ഫാൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും PSG വിക്ടറി എന്ന് മാത്രമല്ല PSG 2-0, 3-0, ഇവ 4-0 വരെ വിക്ടറി പ്രഡിക്ട് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത. നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓഡിയോ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിവേ വീഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നേരെ ലാപ്ടോപ്പിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും പ്രഡിക്ട് ചെയ്തു. കാരണം PSG ഇന്റർ മിലാനെ തോപ്പിച്ചു, റിയൽ മാഡ്രിഡിനെ തോപ്പിച്ചു. അപ്പൊ എല്ലാവരും തോപ്പിച്ചുകൊണ്ട് ഏകദേശം ഉറപ്പിച്ച് ഇതിപ്പോ ചെൽസി കളിക്കുന്നത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി കളിക്കുന്നു. PSG ട്രോഫിക്ക് കൊടുക്കുന്നതിന് പകരം നമ്മളൊരു കളി അങ്ങോട്ട് കളിച്ചങ്ങോട്ട് PSG ട്രോഫി അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെയാണ് ഒരു കണക്കിന് ചെൽസി മാനേജറും ചെൽസി പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഏതൊരു ഇന്റർവ്യൂവിൽ ആരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അവർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് PSG കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. പക്ഷെ എന്നാൽ ആരുടെ ഭാവത്തിലോ നോട്ടത്തിലോ ഒച്ചയിലോ അതോ പറയുന്ന വാക്കുകളിലോ ഒരു പേടിയില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് കോൾഡ് മെന്റാലിറ്റി. ആൻഡ് മെന്റാലിറ്റി ചെൽസിയുടെ കഴിഞ്ഞ ഒരു സീസണിൽ ഭയങ്കര നല്ലോണം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു മെന്റാലിറ്റി കോച്ച് ഉണ്ട്. ആ കോച്ച് കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം. കാരണം ടിപ്പിക്കലി ഒരു കോച്ചിന്റെ മാത്രം മറുപടിയല്ല, എല്ലാ പ്ലേയേഴ്സിന്റെയും മറുപടി ഒരേ ശൈലി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന് മെറസ്കിയോട് ചോദിച്ച ചോദ്യം, പുള്ളിക്കാരൻ കൊടുത്ത മറുപടി പൊളിയായിരുന്നു. ചോദിച്ച ചോദ്യം, നിങ്ങൾ കുറെ നേരത്തേക്ക് സഫർ ചെയ്യാൻ തയ്യാറാണോ PSG ഒരുപാട് നേരം പൊസിഷൻ കയ്യിൽ വെക്കുമ്പോൾ? അപ്പോ മെറസ്ക ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല ചോദ്യം. അപ്പൊ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ മെറസ്ക തിരിച്ചു കൊടുത്ത മറുപടി, എന്ന് ആര് പറഞ്ഞു എന്നുള്ളതായിരുന്നു. വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി. യെസ്, PSG മേ ഹാവ് പൊസിഷൻ, കുഴപ്പമില്ല, പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ സഫർ ചെയ്യുന്നു എന്നുള്ളത് ആര് പറഞ്ഞു? അല്ലെങ്കിൽ PSG എപ്പോഴും മുഴുവൻ പൊസിഷൻ ഉണ്ടാവും, അങ്ങനെ ആര് പറഞ്ഞു എന്നുള്ളത്? കാരണം ദേ ആർ എ ഗുഡ് ടീം, ബട്ട് വി ആർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. കോൾ പാൽമർ. പിന്നെ കോൾ പാൽമറിനോട് ചോദിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വെട്ടൊന്ന് മുറി 2, ഒരു മുറിയിൽ പുള്ളിക്കാരൻ വാടകയ്ക്ക് കൊടുക്കും, ഒരു മുറിയിൽ പുള്ളിക്കാരൻ താമസിക്കുകയും ചെയ്യും. ഞാൻ റിയൽ മാഡ്രിഡിന്റെ കളി കണ്ടോ? യെസ്, ഞാൻ പോയി കണ്ടു, പുള്ളിക്കാരനെ കണ്ടു, നല്ല കളിയായിരുന്നു, ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്, ഞങ്ങൾ അറിയാം. റീജെയിംസിനോട് ചോദിച്ചപ്പോൾ യെസ്, നല്ലൊരു ടീമാണ്, അടിപൊളി ടീമാണ്, ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. ലിവായ് കോൾവിലോട് ചോദിച്ചപ്പോഴത്തേക്കും റിയൽ മാഡ്രിഡിനെ തോപ്പിച്ചു, ഇന്റർ മിലാനെ തോപ്പിച്ചു. ലിവായ് കോൾവിൽ പറഞ്ഞു, അത് റിയൽ മാഡ്രിഡ്, അത് ഇന്റർ മിലാൻ, അവരുടേതായ ടീമിന് അവരുടേതായ അന്നത്തെ റിസൾട്ട് വിപരീതമായി പോയി. പക്ഷേ ദിസ് ഇസ് ചെൽസി, വി ആർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ദിസ് ഇസ് ചെൽസി ഫുട്ബോൾ ക്ലബ്, വി ആർ ഇൻ ദ ഫൈനൽസ്. എന്ത് പറഞ്ഞാലും, എന്ത് ഡയലോഗ് അടിച്ചാലും, ലക്കോ ഈസി ഡ്രോയോ മാങ്ങാത്തിലോ മറച്ചതോ, ബ്രോ, വി ആർ ഇൻ ദ ഫൈനൽസ്. ഈ ഒരു ട്രോഫിയും കൂടെ നമുക്ക് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെഞ്ചുറിയിൽ ഡെഫിനറ്റ്ലി ദി മോസ്റ്റ് പോപ്പുലർ ഓർ മോസ്റ്റ് അക്കംപ്ലിഷ്ഡ് ക്ലബ്, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ മോസ്റ്റ് പോപ്പുലർ മോസ്റ്റ് അക്കംപ്ലിഷ്ഡ് ക്ലബ് തന്നെയാണ് ഈ ഒരു സെഞ്ചുറിയിൽ. ഇതും കൂടെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ മോർ ക്രൗൺ ഇൻ ദ ജുവൽ എന്ന് വേണമെങ്കിൽ പറയാം. കോമ്പറ്റീഷൻ ടഫായിരിക്കും, കാരണം PSG ഒട്ടും തന്നെ എളുപ്പമില്ല. അവരുടെ ലിങ്ക് പ്ലേ, അവരുടെ ടീം അവയർനെസ്, അവരുടെ മൂവ്മെന്റ് ഒക്കെ ഭയങ്കര പക്കയാണ്. ജോവോ നെവസ്, വിറ്റീനിയ, പിന്നെ ഡുവേ, ഡെംബലെ, ക്വാഷർക്കേലിയ, മച്ചാൻ അവരുടെ ഹക്കീം, ഇവരുടെ ടീം മൊത്തം സെറ്റാണ്. ഒരു തലവേദന ഇല്ലാത്തൊരു ടീമാണ്. അവർക്കറിയാം അവർ ആരെവിടെ കളിക്കേണ്ടതെന്നുള്ളത്. അവർ ബ്ലൈൻഡ് വൺ ടച്ച് പാസ് ഒക്കെ കൊടുക്കുന്നതാണ്. കാരണം ആ ഒരു ബ്ലൈൻഡ് വൺ ടച്ച് പാസ് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അപ്പുറത്തൊരു അവരുടെ തന്നെ ഒരു പ്ലെയർ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് അറിയാം. ആൻഡ് രസകരമായ കാര്യം അതല്ല, ലൂയിസ് എൻറിക്കെ വാസ് റിജക്റ്റഡ് ബൈ ചെൽസി ബോർഡ്. ആൻഡ് ആ ലൂയിസ് എൻറിക്കെതിരെയാണ് നമ്മൾ കളിക്കുന്നത്. വി സെലക്ടഡ് മെറസ്ക. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഉള്ള ഫോമും കുറച്ച് നാളത്തെ ഉള്ള കളികളും ഒക്കെ വെച്ച് നോക്കുന്നത് വി ഹാവ് ഇംപ്രൂവ്ഡ് മാസീവ്ലി. നമ്മുടെ ഡിഫൻസീവ് സ്ട്രക്ചർ ഹാസ് ഇംപ്രൂവ്ഡ് മാസീവ്ലി. ഒരൊറ്റ തലവേന, ഒറ്റ പേടി ഇപ്പോഴും വേറെ ആരുമല്ല, നമ്മുടെ കീപ്പർ റോബ് സാഞ്ചസ് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബട്ട് നമ്മുടെ ഡൈനാമിക്സ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ജോവോ പെഡ്രോന്റെ അഡീഷൻ ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. ഇനി ഡെലാപ്പും ജോവോ പെഡ്രോ സ്റ്റാർട്ട് ചെയ്തോ, ജോവോ പെഡ്രോ എൻകുങ്കും സ്റ്റാർട്ട് ചെയ്യോ എന്നുള്ളത് കണ്ടറിയാം. എന്താണ് മെറസ്ക തീരുമാനിക്കാൻ പോകുന്ന ഫൈനൽസിലുള്ള ലൈനപ്പ്? കൈസഡോ എൻസോ കോമ്പിനേഷൻ ആണോ, കൈസഡോ ലാവിയ എൻസോ കോമ്പിനേഷൻ ആണോ? ലാവിയ ട്രെയിനിങ്ങിൽ അവൈലബിൾ ആയിരുന്നില്ല, അപ്പൊ ലാവിയ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. വാട്ട് ഇസ് ഗോണ ഹാപ്പൻ? റീസ് ജെയിംസ് ഇസ് അവൈലബിൾ, അപ്പൊ റീസ് ജെയിംസ് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. കുക്കുറയ ഡബിൾ സെന്റർ ബാക്ക് പാർട്ണർഷിപ്പ് ലിവായ് കോൾവിൽ ആൻഡ് ടോസിൻ ആണോ, അത് ലിവായ് കോൾവിൽ ആൻഡ് ചാലബ ആണോ എന്നുള്ള വേറൊരു ചോദ്യം. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ ആയിട്ട് പെഡ്രോ നെറ്റോ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, നോണി മാഡോയ്ക്ക് ഫൈനലിൽ എത്തുന്നതിന് മുമ്പ് അവൻ സ്ഥലം കാലിയാക്കി, അവൻ ആർസണലിലേക്ക് പോയി.
അവൻ ആർസണലിൽ അവന് മുട്ടിയിട്ട് വയ്യാണ്ടായിരുന്നു ആർസണലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ പോയി, അവൻ പോണത് പോട്ടെ. ഫൈനലിൽ അപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഷോർട്ട് ഓഫ് വൺ പ്രോപ്പർ വിങ്ങർ. ടൈറിക് ജോർജ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് പോകുമ്പോൾ ഒരു വിങ്ങർ ആയിട്ട്. Anyway, that's not a headache കാരണം ഇപ്പൊ ജോവ പെഡ്രോ ഉണ്ട്, ഡെലാപ്പ് ഉണ്ട്, ഈവൻ നിക്കലസ് ജാക്സൺ ഇസ് ഓൾസോ അവൈലബിൾ. സോ our team is ready. നമ്മൾ പോരാടാനും നമ്മൾ നേരിടാനുമുള്ള തയ്യാറെടുപ്പോടെയാണ് ചെൽസി നിൽക്കുന്നത്. റിസൾട്ട് എന്താവും നമുക്കറിയില്ല. പക്ഷേ ഒരു ഫൈനലിൽ ബോൾ കിക്ക് ചെയ്യുമ്പോഴത്തേക്കും ദ ഗെയിം ഇസ് 50-50. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. ആരാണ് ആദ്യത്തെ മിസ്റ്റേക്ക് കാണിക്കുന്നത്, ആരാണ് ആദ്യത്തെ പതർച്ച കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ആദ്യത്തെ ക്ലിനിക്കൽ ഫിനിഷിംഗ് എടുക്കാൻ പോകുന്നത്, അതിനനുസരിച്ചിരിക്കും മത്സരത്തിന്റെ പുരോഗതി. ആൻഡ് ഇഫ് ചെൽസി ക്യാൻ സ്കോർ ദ ഫസ്റ്റ് ഗോൾ then the game is on. കാരണം അങ്ങനെയാണെങ്കിൽ PSG പിന്നെ ഒരുപാട് അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസിഷൻ അറ്റാക്കിൽ ഒരുപാട് ഗ്യാപ്പ് വിടും. ആൻഡ് ട്രാൻസിഷൻ അറ്റാക്കിൽ ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ കോൾ പാൽമർ ആൻഡ് എൻസോ ഫെർണാണ്ടസ് ഫോർ ലോങ് ബോൾസ്. നേരെ മറിച്ച് PSG ആണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അവരുടെ ഡിഫൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എളുപ്പമല്ല. നമ്മൾ ട്രാൻസിഷൻ അറ്റാക്കിൽ വിധേയനാവും. ആൻഡ് ഡുവേ, ക്വാഷ്റക്കലിയ, ഡെംബലയുടെ ഒക്കെ പേസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും തന്നെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യവുമല്ല. സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ഗെയിം. രണ്ട് ടീമുകളും വളരെ കെയർഫുൾ ആയിട്ട് തന്നെയായിരിക്കും തുടങ്ങുക. PSG ഡെഫിനറ്റ്ലി ഹൈ പ്രസ് ചെയ്യുന്ന ഒരു ടീമാണെന്നുള്ളതിൽ സംശയവും വേണ്ട. നമ്മളെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബട്ട് അൾട്ടിമേറ്റ് ഇറ്റ്സ് എ ഗുഡ് ടെസ്റ്റ്. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ടെസ്റ്റ്. കാരണം ഒരുപാട് പേര് എഴുതി തള്ളിയ ഒരു ടീമാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്. കഴിഞ്ഞ സീസണിൽ ഈവൻ നമ്മൾ പോലും എഴുതി തള്ളിയ ഒരു ടീമാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്. ബട്ട് ദ വേ വി ഫോട്ട് ബാക്ക് ടുവേഴ്സ് ദി എൻഡ്, പിന്നെ നമ്മുടെ കോൺഫറൻസ് ലീഗ്, പിന്നെ ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പ്, ടോപ്പ് 4ലേക്കുള്ള ഒരു ഫിനിഷിംഗ്, അതിനൊരു ലക്കായിരുന്നു. PSG ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പോരാടാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ലോകമെല്ലാവരും കണ്ണു തുറന്ന് കാത്തിരിക്കുകയാണ്. കാരണം ഈ ചെൽസി ഫുട്ബോൾ ക്ലബ് ഇത്രയും കാശ് ചെലവഴിച്ച ചെൽസി ഫുട്ബോൾ ക്ലബിന് സത്യത്തിൽ സത്തുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് PSG-ക്കെതിരെ. ഐ എം എക്സൈറ്റഡ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ്. പ്രീ മാച്ച് ഡിസ്കഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഒരു പാനലിനെ തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്ലസ് വാച്ച് ഞാൻ ഫുട്ബോൾ പിവറ്റിലെ അദ്ദേഹമായിട്ടും കൂടെ തന്നെയാണ് വാച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഈ ചാനൽ തന്നെയായിരിക്കും. കഴിഞ്ഞ കളി വാച്ച് ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ ചെയ്തപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എന്തൊന്നാലും വാച്ച് തീർച്ചയായിട്ടും പുള്ളിക്കാരന്റെ കൂടെ ഇന്ന് ഓൾറെഡി ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. Do let me know guys your thoughts in the comment section. Are you excited for the match? What's your prediction in the comment section? Thank you so much for watching. Signing off, SK from Chelsea Karan.